ചില ഭാര്യമാർ പറയുന്നത് കേൾക്കാം, എൻ്റെ ഭർത്താവ് എന്നോട് സംസാരിക്കാറില്ല എന്നുള്ളത്. അവിടെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, നിങ്ങൾ ഈ തെറ്റ് ചെയ്യലുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഭർത്താവിനോട് സംസാരിക്കുമ്പോൾ, ആദ്യ നാളുകളിലൊക്കെ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ഭർത്താവിൻ്റെ പഴയ കാര്യങ്ങൾ നിങ്ങൾ എടുത്തിടുന്നുണ്ടോ നോക്കുക സംസാരത്തിൻ്റെ ഇടയിൽ. അല്ലെങ്കിൽ അവൻ്റെ വീട്ടുകാരുടെ കുറവുകളോ അല്ലെങ്കിൽ അവൻ്റെ കുറവുകളോ അവൻ്റെ ഇല്ലായ്മയും നിങ്ങൾ ഇടക്കിടക്ക് പറഞ്ഞിട്ട് അവനെ കുത്തി നോവിക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ നോവിക്കുമ്പോൾ പിന്നീട് അവനക്ക് നിങ്ങളോട് സംസാരിക്കാനോ അല്ലെങ്കിൽ നിങ്ങളോട് റൊമാൻറ്റിക് ആയിട്ടൊന്ന് മിണ്ടാനോ പോലും അവനക്ക് പേടിയായിരിക്കും, അല്ലെങ്കിൽ അവനക്ക് അതിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. അവൻ്റെയൊക്കെ അറിയാതെ സംഭവിച്ചു പോയ ചില കാര്യങ്ങളെ നിങ്ങൾ വീണ്ടും എടുത്തുകൊണ്ട് ഇടക്ക് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവനോട് നിങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ട് അവനോട് വാദിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു ഭർത്താവാണെങ്കിലും പിന്നീട് നിങ്ങളോട് സംസാരിക്കാൻ ഒരു അകൽച്ച പാലിക്കും. ആ അകൽച്ച പിന്നീട് നിങ്ങൾ രണ്ടുപേരുടെയും വലിയൊരു ഗ്യാപ്പ് തന്നെ സൃഷ്ടിക്കും. എപ്പോഴും എന്ത് കാര്യം ഭർത്താവിനോട് പറയുമ്പോൾ നല്ല സമാധാനത്തോടെ സംസാരിക്കാൻ ശ്രമിക്കുക. പഴയ അവൻ്റെ എന്ത് കാര്യങ്ങളാണെങ്കിലും, അവൻ്റെ വീട്ടുകാരുടെ എന്ത് പ്രശ്നങ്ങളാണെങ്കിലും, അവൻ്റെ വീട്ടുകാരിൽ നിന്ന് വന്ന എന്ത് അബദ്ധങ്ങളാണെങ്കിലും അത് നിങ്ങൾ വീണ്ടും അവനെ പറഞ്ഞ് സങ്കടപ്പെടുത്താതിരിക്കുക. കാരണം ആണുങ്ങൾ അവരുടെ സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിലൊതുക്കി കഴിയുന്നവരാണ് അധികം പേരും. അത് നിങ്ങളോട് പറയാത്തത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ ആ പേര് പറഞ്ഞ് അവനെ കുറ്റപ്പെടുത്തും എന്നുള്ള ഭയം കൊണ്ട് മാത്രമാണ്. ഈ തെറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് ആദ്യം നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ കുറ്റം പറയുക.